ഹലോ, ഇന്നിപ്പോൾ എങ്ങോട്ടേക്കാന്നല്ലേ? കോഴിക്കോട് സരോവരം പാർക്കിനടുത്ത് സ്വപ്ന നഗരിയിൽ മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ എക്സ്പോ നടക്കുന്നുണ്ട്. ഇന്ന് അവിടം വരെ ഒന്ന് പോയി വരാമെന്ന് കരുതി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അവിടെ എത്തിയപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും റോഡിലുണ്ട്. കാരണം ഈ പാർക്കിംഗ് സൗകര്യമൊക്കെ കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കയറുന്ന സ്ഥലത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 120 രൂപയാണ് ഒരാൾക്ക്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട. എന്നിട്ട് ഇതുവഴി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. കയറുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. യാതൊരു കാരണവശാലും നിങ്ങൾ തിക്കും തിരക്കും ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളെ സ്വാഗതം ചെയ്തത്. അതായത് ഒരുപാട് പക്ഷികൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അതിലൂടെ പക്ഷികൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ആരൊക്കെയോ തീറ്റ കൊടുക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ അത് എവിടെ നിന്നാണ് കിട്ടുന്നത് എനിക്കറിയില്ല. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ. ഇവിടെ കാണുന്ന പക്ഷികളെയൊക്കെ പേര് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള അറിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് ഞാൻ ഏതായാലും മുതിരുന്നില്ല. നല്ല മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. നമുക്ക് ചുറ്റും ഇങ്ങനെ പക്ഷികൾ പറക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, കണ്ണിൽ കൊത്തും എന്ന്. പിന്നെ ഞാൻ മുകളിലേക്ക് നോക്കാൻ നിന്നില്ല. കണ്ണാണല്ലോ പ്രധാനം. അവിടെ നിന്ന് എത്തിപ്പെടുന്നത് നമുക്ക് പരിചയമില്ലാത്ത കുറച്ചധികം ജീവികളുടെ അടുത്താണ്. അപ്പം നമുക്ക് കണ്ട് പരിചയമില്ലാത്ത കുറച്ച് പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരെയൊക്കെ പേര് വിവരങ്ങൾ മുകളിലുണ്ട്. അതേപോലെ തന്നെ അവരെവിടെയുള്ള ആൾക്കാരാണ്, അവരുടെ ജീവിതകാലം എത്ര കാലമാണ് അവരുടെ ജീവിതം എന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അത്ര നന്നില്ല. കാരണം ഒരു കയ്യിൽ ഗയാലും ഉണ്ട്, ഒരു കയ്യിൽ ഫോണും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഓരോരുത്തരെയും കാണിച്ചു തരാം. അപ്പോൾ കൂടെ തന്നെ കുറച്ച് മീനുകളും ഉണ്ട്. ചെറിയ ചെറിയ മീനുകളാണ്, മനോഹരമായ മീനുകൾ. ഇതാ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് വീഡിയോയ്ക്ക്. സൂപ്പർ അല്ലേ? ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ മുതൽ പിന്നെ കടലിലെ വർണ്ണ വിസ്മയങ്ങളാണ്. ഒരു മനോഹരമായൊരു ലോകം തന്നെയാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് അവരാദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊക്കെ എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതൊരു മനോഹരമായ വ്യത്യസ്തമായ ഒരു അത്ഭുത കാഴ്ചകളായിരിക്കും. അപ്പോൾ അവർ ഏത് മീനിനെ നോക്കണം എന്ന കൺഫ്യൂഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് രണ്ടാളും. വലിയ മീനിനെ കണ്ട സന്തോഷമാണ് കണ്ടത്. അപ്പം വലുതും ചെറുതും വ്യത്യസ്തമായ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ഇവിടെ വലിയ അക്വേറിയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരെ ഇങ്ങനെ എടുത്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നിലത്ത് നിന്ന് തന്നെ എല്ലാ മീനുകളെയും കണ്ട് ആസ്വദിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. രണ്ടാളെയും എടുത്ത് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ലക്ഷക്കണക്കിന് മീനുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്ന അത്യപൂർവമായ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. ഇയാളെ മനസ്സിലായോ? കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന തെരണ്ടിയുടെ ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അടുത്ത റൂമിലേക്ക് അവിടെ നമുക്ക് മനോഹരമായൊരു വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പാണ്. പക്ഷെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം തോന്നുന്നു. ഒരാൾക്ക് 50 രൂപ അങ്ങനെ എങ്ങാനാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരാൾക്കൂട്ടം ഇവിടെ ഒരു മനോഹരമായൊരു കാഴ്ച ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പം വെള്ളത്തിൽ ഇങ്ങനെ മീനിനോടൊപ്പം ഇങ്ങനെ നീന്തി തുടിക്കുന്ന ഒരാൾ കൂടെ അതിലുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ അത്ഭുത കാഴ്ചകൾ തന്നെയാണ്. അപ്പം ഗയാൽസ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അമ്മയെ മാമനെ നോക്ക്, മാമൻ വെള്ളത്തിലിറങ്ങി മീനിനെ പിടിക്കുന്നെന്ന്. അപ്പോൾ അവരെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടതിനേക്കാൾ ഒരു തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ മനോഹരമായ കാഴ്ച എന്തോ ഇവിടെ ഉണ്ടെന്നല്ലേ. അപ്പോൾ എന്താന്ന് നോക്കാം നമുക്ക്. അത് തന്നെ 2 മത്സ്യകന്യകമാര്, മെർമെയ്ഡുകൾ ഇതാ വെള്ളത്തിലിങ്ങനെ നീന്തി തുടിക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ അവരെ കണ്ട് ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലിരുന്ന് എല്ലാവർക്കും ഹായും ടാറ്റയൊക്കെ കൊടുത്തിട്ട് എല്ലാവരെയും അവർ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഐസ്ക്രീം സെക്ഷനാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ശരീരത്തിനൊന്ന് തണുപ്പിക്കാം. പക്ഷേ ഇത് മുഴുവൻ AC ഒക്കെ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയ ചൂടൊന്നും അനുഭവപ്പെടില്ല. അപ്പോൾ ഇത് ടണൽ അക്വേറിയമാണ്. അതിൻ്റെ പുറത്തുകൂടെ നമുക്കിങ്ങനെ മീനുകളെ കണ്ടുകൊണ്ട് നടക്കാം. ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയാൽ നമ്മുടെ ചുറ്റും മീനുകളായിരിക്കും. നമുക്ക് കടലിൻ്റെ ഒക്കെ അടിയിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. എല്ലാം മുകളിൽ നിന്നൊരാൾ കാണുന്നുണ്ടെന്ന് പറയുന്നത് പോലെ മുകളിലൊക്കെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ടാകും. അതേപോലെ നമുക്ക് പരിചയമില്ലാത്തതും ഉള്ളതുമായ ഒരു കുറേ മീനുകളും
എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. അവിടുന്ന് അവസാനമായിട്ട് നമുക്ക് ഈ കടലിലെ കൊട്ടാരം കാണാൻ പറ്റും. അത് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. കടലമ്മയുടെ മനോഹരമായ കൊട്ടാരം. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. എല്ലാത്തിൻ്റെയും വിൽപ്പന അവിടെ ഉണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്, സോഫ സെറ്റുകളുണ്ട്. അതേപോലെ വേണമെങ്കിൽ നമുക്ക് കരിപ്പട്ടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കി നടന്നു. കോഴിക്കോട് വന്നിട്ട് പിന്നെ ഹൽവ കണ്ടില്ലെങ്കിലോ അല്ലേ? ഈ ഹൽവ മാത്രമല്ല കേട്ടോ, ഇത് ഇവിടെ കണ്ടോ, കുറേ ഐറ്റംസിൻ്റെ ചിപ്സാണിത്. ഏതൊക്കെയോ ഐറ്റംസ് ഉണ്ട്, ക്യാരറ്റ്, ബീട്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ ഐറ്റംസ് ഇങ്ങനെ നിറയെ ഉണ്ട്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് തൂക്കി മേടിക്കാൻ പറ്റും. ഇത് പാലക്കാടൻ പപ്പടമാണ്. കുറേ ഫ്ലേവറിലുണ്ട് പാലക്കാടൻ പപ്പടങ്ങൾ. ശേഷം പിന്നെ ചെരുപ്പ്. ഈ ഒരു ഏരിയയിൽ എത്തിയാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വായിൽ കുറച്ചൊരു കപ്പലോടിൻ്റെ വെള്ളം ഉണ്ടാവും. കാരണം ഇത് മുഴുവൻ അച്ചാറുകളാണ്, സ്പെഷ്യൽ അച്ചാറുകൾ. എന്തൊക്കെ തരം അച്ചാറുകളാണെന്ന് അവിടെ ഒരുപാട് നേരം നിന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. കാരണം അത്ര തരം അച്ചാറുകളുണ്ട്. കണ്ടതും കണ്ടു മറന്നതും കാണാത്തതുമായ കുറേ മിഠായികൾ. ഇത് കണ്ടോ, ഇയാളുടെ കയ്യിൽ കണ്ടോ ചെറിയൊരു പാമ്പിനെ കണ്ടോ? അതുപോലെ പാമ്പ്, പക്ഷി, ഇതിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഇതിനൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പാണ് ഇത്. പാത്രങ്ങൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കിലോയ്ക്ക് 299 രൂപ മാത്രം മതി. പ്രധാനമായിട്ട് ഫുഡ് കോർട്ടാണ്. എല്ലാ തരം ഭക്ഷണങ്ങളും നമുക്കവിടെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഇറങ്ങി. ഇത്രയൊക്കെ കണ്ടിട്ടും ഇവിടെ നിന്ന് ഒന്നുപോലും വാങ്ങാതെ ഞങ്ങൾ അവിടെ വ്യത്യസ്തരായി അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ പുറത്ത് ഈ ആകാശത്തൊട്ടിലും അതേപോലുള്ള റൈഡുകളൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷെ ഓപ്പൺ അല്ലായിരുന്നു, ഒന്നും തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സമയം കഴിയും, വൈകുന്നേരം ആവും അതൊക്കെ തുടങ്ങാനാണ്. ഇപ്പോൾ ഏകദേശം 5 മണിയായി, 5 മണിക്കൊന്നും ഇത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് അവിടുത്തെ കാഴ്ചകൾ. ജൂൺ 10 വരെയാണ് ഇവിടുത്തെ ഈ ഒരു ഫെസ്റ്റ്.